everyone, welcome back to my channel. ഇന്ന് നമ്മൾ ഫിഷിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കണത്. ഇന്ന് കൂന്തൽ കിട്ടിയിട്ടുണ്ട്. കൂന്തൽ, കണവ, അതുപോലെ തന്നെ ഒക്ടോപ്പസ് എന്നാണല്ലോ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്. നമ്മുടെ അവിടെയൊക്കെ കൂന്തൽ എന്ന് പറയും, ഇവിടെ കണവ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആവട്ടെ, നമ്മൾ അത് വെച്ചിട്ടുന്നൊരു കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പോൾ ഇന്ന് രാത്രിക്ക് ചപ്പാത്തി ഇതുകൊണ്ടുള്ളൊരു കറി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിന് ഞാനൊരു 1.5 സബോള എടുത്തിട്ടുണ്ട്, കുറച്ചല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു തക്കാളി. അതൊക്കെ സാമാന്യം ചെറുതാക്കിയിട്ട് സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞങ്ങ് എടുക്കണം കേട്ടോ. നല്ലോണം തിന്നായിട്ടൊന്നുമല്ല ഞാൻ സബോള അരിഞ്ഞിട്ടുള്ളത്, അത്യാവശ്യം ഒരു കനത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അങ്ങനെ പെരിയ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സബോള. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ലോണം വില കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് കഴിഞ്ഞേക്കണു. ഇനിയിപ്പോൾ തെങ്ങ് കയറാറായി. മഴയൊക്കെ പെയ്ത കാരണം നമുക്ക് തെങ്ങ് കയറാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് 3 ദിവസമായിട്ട് മഴയൊന്നുമില്ല. അപ്പോൾ തിങ്കളാഴ്ച അയാളോട് വരാനാണ് പ്ലാൻ ചെയ്യണത്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള തേങ്ങ മൊത്തം നമ്മൾ ഉണക്കി വെളിച്ചെണ്ണയാക്കി എടുക്കും കേട്ടോ. എൻ്റെ കയ്യിലുള്ള വെളിച്ചെണ്ണയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ 1 കിലോ വെളിച്ചെണ്ണ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സബോള ആഡ് ചെയ്യുക. അതും കുറച്ച് നേരം വഴറ്റിയിട്ട് നമ്മുടെ പൊടികളുണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് നമ്മളിവിടെ തന്നെ ഉണക്കിയെടുത്ത കുരുമുളകാണ്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. നമ്മളങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിക്കണമെന്നില്ല. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ ഇത് കഴിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ടൂറൊക്കെ പോയപ്പോൾ സീ ഫുഡ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് നമ്മളിത് വീട്ടിലൊന്നും മേടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഏട്ടൻ ഞങ്ങൾക്കിത് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇത്തിരി വലിപ്പമുള്ളതായിരുന്നു. ഇത് ചെറുതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ചെറുതിനൊരു പ്രത്യേക തരം ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നന്നായി വഴണ്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം, അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. നമ്മളിവിടെ ചെറുമീനുകളാണ് കേട്ടോ കൂടുതലും വാങ്ങാറ്. അതായത് കൊഴുവ, പിന്നെ മത്തി, അയില, അങ്ങനത്തെ മീനുകളാണ് കൂടുതലും നമ്മളിവിടെ മേടിക്കാറ്. ഇതൊക്കെ വല്ലപ്പോഴേ മേടിക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതിനൊക്കെ നല്ല റേറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള കൂന്തലിൻ്റെ പീസസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മസാല അതിൽ ചേർന്ന് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കണതാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ എന്താ പറയുക, ആരൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിങ്ങനെ കിടക്കണമെന്ന് നോക്കണ്ട, കുറച്ച് കഴിയുമ്പോഴേക്കും അതൊരു റിങ് പരുവായിരിക്കും കേട്ടോ. അതുമാത്രമല്ല, നല്ലോണം ഇട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ റിങ്ങിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. ഇപ്പോൾ നമ്മുടെ കറിയുടെ പീസസൊക്കെ ശരിക്കുള്ള കറക്റ്റ് പാകത്തിനാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം. ചപ്പാത്തി ഇന്ന് പക്ഷേ പാക്കറ്റാ, കഷ്ടപ്പെടുകയൊന്നും വേണ്ട. അപ്പോൾ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വല്ല മൂവി വെച്ചിട്ട് കാണാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ പാത്രത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ചപ്പാത്തിയും കൂടി ചുട്ടെടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു ചെറിയൊരു കട്ടൻ ചായ കുറച്ച് മധുരം ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഡിന്നർ കഴിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് എന്തായിരുന്നു ഡിന്നർ എന്നൊന്ന് കമൻറ്റ് ചെയ്യോട്ടോ. അതുമാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്തോളൂ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചാനൽ റിമൂവ് ആയിപ്പോയി. എനിക്ക് ഒരുപാട് എന്നല്ല, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സും
അതുപോലെ തന്നെ നമ്മുടെ മോണിറ്റൈസേഷനായ ചാനലായിരുന്നു. അത് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും വിഷമം വരും കേട്ടോ. അത് പോട്ടെ, അത് സൈഡിൽ നിൽക്കട്ടെ. അപ്പോൾ ഇത് അമ്മു ടേസ്റ്റ് ചെയ്യേണ്ട ചപ്പാത്തിയും കൂന്തളിൻ്റെ കറിയും കൂടിയിട്ട് അമ്മുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കാറ് എന്നുള്ളത് ചെങ്ങൊന്ന് കമൻറ്റ് ചെയ്യോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക് യു.